ഏറ്റവും ബഹുമാനപ്പെട്ട കെ.പി. ജോസഫ് അച്ഛ, നമ്മുടെ വളരെ ആദരണീയനായ എം.പി. കെ.സി. വേണുഗോപാൽ സർ, വേദിയിലിരിക്കുന്ന മറ്റ് അംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കാലത്ത് ഇത് IMS ധ്യാനഭവന്റെ കീഴിലുള്ള ഒരു മിനിസ്ട്രിയായിരുന്നു. ഞാൻ IMSൽ വന്നത് 1989 ജൂൺ 13 1990 ഞങ്ങൾ IMSൽ ഈ ഡെയിൽ മിനിസ്ട്രി ആരംഭിച്ചു. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. കാരണം ഞാൻ ആലപ്പുഴയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് ഞാൻ ബന്ധപ്പെട്ട് പോയിരുന്നു. അതിനാൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ ഡെയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ആ സമയത്ത് എനിക്ക് കൂടുതൽ പ്രചോദനം കിട്ടിയത് ബഹുമാനപ്പെട്ട ഫാദർ അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ച് തൻ്റെ 40 ദിവസ ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ് IMSൽ വന്ന് അദ്ദേഹം ഒരു ദിവസം താമസിക്കുകയും ഞാൻ ജോർജ് കുറ്റിക്കലച്ചനോട് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. 40 ദിവസം അദ്ദേഹം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം അവസാനിപ്പിച്ച് നേരെ IMS ആണ് വന്നത്. അങ്ങനെ നേരെ IMS വന്ന് ഞാൻ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും അച്ഛനുമായിട്ട് സംസാരിച്ചു. അന്നത്തെ ദിവസം അച്ഛന് ഒരു വചന പ്രഘോഷണം IMSന്റെ നേരെ പടിഞ്ഞാറ് പ്രദേശത്ത് ഗലീല കുരിശടിയിൽ വെച്ച് ഉണ്ടായിരുന്നു. അച്ഛൻ വചനം പ്രഘോഷിക്കുവാനായിട്ട് എന്നെയും വിളിച്ചു. ഞാൻ അതനുസരിച്ച് അവിടെ വചനം പ്രഘോഷിക്കുകയും അച്ഛൻ്റെ അനുഗ്രഹാശംസകൾ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അന്ന് ജോർജ് കുറ്റിക്കലച്ചൻ ആ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് IMSനെയും IMSമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അത് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ രാത്രിയായിരുന്നു. പിന്നീട് ജോർജ് കുറ്റിക്കലച്ചൻ IMSൽ വന്നു, പല പ്രാവശ്യം വന്നു. ആദ്യത്തെ ആകാശ പറവകളുടെ ധ്യാനം ഒരു ധ്യാന ഭവനത്തിൽ വെച്ച് നടത്തുന്നത് IMSൽ വെച്ചായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, അച്ഛന് അത് ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് സാധിക്കുമോ എന്ന്. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞാനത് ഏറ്റെടുത്ത് നടത്തി. ഞാൻ അത് ഏറ്റെടുത്ത് നടത്തിയപ്പോൾ IMS ധ്യാന ഭവനത്തിൽ ധാരാളം ടീം മെമ്പേഴ്സ് അതിനകം ഉണ്ടായിരുന്നു. അതോടൊപ്പം സാമ്പത്തികമുള്ള ആലപ്പുഴ മേഖലയിലെ വ്യക്തികൾ IMS ടീമിലുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിന് സാമ്പത്തികം ആവശ്യമാണ്. ഞാൻ ആ ടീമംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ആലപ്പുഴ ടൗൺ മുഴുവൻ കറങ്ങുക. അങ്ങനെ കറങ്ങി ഈ ധ്യാനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം മുഴുവനും സ്വീകരിക്കും. എനിക്ക് സന്തോഷമുണ്ട്. ആലപ്പുഴ മേഖലയിലെ സാമ്പത്തികമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചൈതന്യമുള്ള വ്യക്തികളൊക്കെ ആ സമയത്ത് ടീമിലുണ്ടായിരുന്നു.
അവരുടെ കറങ്ങി നടന്ന ഈ ധ്യാനത്തെക്കുറിച്ച്, ആകാശപ്പറവുകളുടെ ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് വളരെ മനോഹരമായിട്ട് നടത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ഈ ഗെയിൽ മിനിസ്ട്രിക്ക് ഞങ്ങളുടേതായിട്ടുള്ള വക്കീലുകൾ ഉണ്ടായിരുന്നു. ആ വക്കീൽ സാർമാർ കോടതി കേസുകൾ ഏറ്റെടുത്ത് അവർ ഈ ഗെയിലിൽ പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അനേകരെ ഗെയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലം ആലപ്പുഴ ജയിലും മാവേലിക്കര ജയിലും ആയിരുന്നു. ഈ രണ്ട് ജയിലുകളിലേക്ക് ഞങ്ങൾക്ക് പോകുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട വിനോദ് സാർ, അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ജയിൽ സന്ദർശനം ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ജയിൽ അധികാരികൾ ഞങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾ മാറി നല്ല നല്ല ഓഫീസേഴ്സ് ഇപ്പോൾ കടന്നു വരുന്നു, അവരുടെ അനുവദിക്കുന്നു. അല്ല എങ്കിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മച്ചൻ സാർ പറഞ്ഞു, ഉമ്മച്ചൻ സാറിൻ്റെ കീഴിൽ ഏത് വർഷത്തിലാണ്? 2004. അതുവരെ 1990 മുതൽ 2004 വരെ IMSന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഈ പ്രവർത്തനം അവർ ഏറ്റെടുക്കുന്നതുവരെ ഞങ്ങൾ നിരന്തരമായിട്ട് ജയിലുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ഞങ്ങൾ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചില കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിച്ചധികം സാമ്പത്തികം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതാണ്: എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു? എനിക്ക് ഒരു ഗുരുവുണ്ട്. ആ ഗുരു ആരാണ്? ജോർജ് കുറ്റിക്കലച്ചൻ. ഇനി ആ ജോർജ് കുറ്റിക്കലച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നാണ് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ എൻ്റെ സ്വന്തം ഗുരുവായ കർത്താവായ ഈശോ എന്നോട് പറയുന്നതാണ്, ആ ഓരോ വ്യക്തികളിലും നിങ്ങൾ കാണുക കർത്താവായ ഈശോ. ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുക. ഞങ്ങൾ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിച്ചു. അവിടെ എൻ്റെ കൂടെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനുണ്ടായിരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ്: ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവരിലേക്ക് കടന്നു ചെല്ലണം. ആരുപോലും ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. വേദനകൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് മോചിതനായ ഒരു വ്യക്തിയെ നമ്മുടെ കുട്ടൻ ചേട്ടൻ്റെ അടുക്കലേക്ക് അയച്ചു. ഒരു ജോലി എടുക്കാനോ അല്ലെങ്കിൽ അവിടെ താമസിപ്പിക്കാനോ. ആ സഹോദരൻ അവിടെ ചെന്ന് 12,000 രൂപയുടെ ഒരു മൊബൈൽ മോഷ്ടിച്ചു. ഞാൻ അതിൻ്റെ പൈസ കുട്ടൻ ചേട്ടന് കൊടുത്തില്ല. കുട്ടൻ ചേട്ടൻ എന്നോട് ചോദിച്ചില്ല. നോക്കുക, നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നു.
അതെല്ലാം ത്യാഗത്തോടുകൂടെ സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും. അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളിൽ പലരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇതിനെല്ലാത്തിനും നമ്മുടെ റിവാർഡ് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള ആ വലിയ ബോധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിലേക്ക് കൂടുതലായിട്ട് കടന്നു വരികയും ഇതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമെന്ന് അതിനുള്ള ആശംസകളെല്ലാം ഞാൻ നേരുകയാണ്. അടുത്തത് നമ്മുടെ ഔപചാരികമായി ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് മുൻപായി ബഹുമാനപ്പെട്ട എം പിയും വിശിഷ്ടാധികം ചേർന്ന് തിരിച്ചിരിക്കുന്നു. അതിനുശേഷം